ആരോഗ്യം അമൂല്യം. പുതിയ ഗർഭനിരോധന മാർഗങ്ങൾ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ ഐശ്വര്യ ആർ. പല രീതിയിലുള്ള കോൺട്രസെപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോൺട്രസെപ്ഷൻ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മനസ്സിലാക്കണം. കുറേ പിൽസ് ഉണ്ട്, പാച്ചസ് ഉണ്ട്, ജെൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻസ് ഉണ്ട്, കോപ്പർ ടീ ഉണ്ട്. ഇതിൽ പലതിലും കുറേ കോംപ്ലിക്കേഷൻസും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും എല്ലാം കാണാം. അതേപോലെ ചിലതൊക്കെ യൂസ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി അല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ന്യൂവർ ടെക്നിക്കാണ് ഹോർമോണൽ ഇംപ്ലാന്റ്. അതിൻ്റെ പേര് ഇംപ്ലനോൺ എന്ന് പറയും. ഇത് ഒരു മരുന്ന് നിറച്ചൊരു പ്ലാസ്റ്റിക് റോഡാണ്. നമ്മൾ ആമിൽ, കയ്യിൽ, സ്കിന്നിൻ്റെ അടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ റോഡ് എന്താ സൈസ് എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ വലുപ്പം. ഇത് നമുക്കൊരു ഇയർ പിയേഴ്സ് ചെയ്യാനൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പേടിയില്ല. അതുപോലത്തെ ഒരു ഗൺ ഷോട്ട് പോലെ നമുക്കൊന്ന് തരിപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 കൊല്ലത്തേക്ക് നമുക്കൊരു കോൺട്രസെപ്ഷൻ ആവും. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എബോർഷൻ റേറ്റ്സും നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഒഴിവാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. അതിപ്പോൾ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. കാരണം അത് ഒരു പ്രഗ്നൻസി ഉണ്ടായി അതിനെ അബോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതുണ്ടാക്കുന്ന സ്ട്രെസ്സും അതിനുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനിലേക്കൊന്നും പോവാതിരിക്കാൻ ഈ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇംപ്ലാനോൺ എന്ന് പറയുന്ന മെത്തേഡ് അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണോ അതോ അതിന് കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് അടുത്ത് വന്നതാണോ? എന്താണ് അതിൻ്റെ ഒരു? ആക്ച്വലി ഇത് ഇന്ത്യയിലൊക്കെ വന്നിട്ട് കുറേ കാലമായി. നമ്മൾ കേരളത്തിൽ കുറച്ച് കുറവാന്നേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ എവ്രിബഡി ഈസ് യൂസ് ടു ദിസ് ഹോർമോണൽ ഇംപ്ലാന്റ്. അതേപോലെ ഇന്ത്യയിൽ പുറത്ത് UK US ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ഒക്കെ ഇംപ്ലനോണിൻ്റെയും ന്യൂവർ ടെക്നിക്സ് വന്നായി അവിടെ. അപ്പം നമ്മൾ ഇന്നും കോപ്പർ ടീയും കാര്യങ്ങളും OC പിൽസും ഈ OC പിൽസ് കാരണമുള്ള ബ്ലോട്ടിങ്ങും കാരണം നമ്മൾ എന്തിനേയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വഴികൾ തിരഞ്ഞെടുക്കുന്ന വെൻ ദെയർ ആർ ഈസി മെത്തേഡ്സ്. ഇംപ്ലനോൺ ഭയങ്കര കംഫർട്ടബിൾ ആണ്. 3 ഇയേഴ്സിന് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ വൈ നോട്ട് യൂസ് ഇറ്റ്? അപ്പോൾ അതിൽ നാച്ചുറലി ആദ്യം എല്ലാത്തിനും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ്. സൈഡ് എഫക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പിൽസ് ആണെങ്കിലും കോപ്പർ ടീ ആണ്, എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെതായ സൈഡ് എഫക്ട്സ്. ഇതിന് ഞാൻ ഇല്ല എന്ന് സ്ട്രോങ് ആയി പറയില്ല. ചെറിയൊരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ട്. ചിലർക്ക് ചിലപ്പം ബ്ലീഡിങ് ഇച്ചിരി കൂടുതലോ അല്ല ബ്ലീഡിങ് വരാൻ ഒരു 2 months ഡിലേയോ അങ്ങനത്തെ ഒരു ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് കാരണം നമുക്ക് പീരിയഡ് പെയിൻ കുറയോ, ചിലർക്ക് കാണാറുണ്ട് പീരിയഡ് പെയിൻ കുറഞ്ഞ പോലെ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. വേറെ യൂസസിനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരും ഉപയോഗിക്കണം, ആരും ഉപയോഗിക്കരുത്. 18+ എന്തായാലും വേണം ഇത് ഇടണമെങ്കിൽ. അതേപോലെ തന്നെ ഈ ഫിക്സ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അതേപോലെ ലിവർ ഡിസീസസ് ഉള്ള ആൾക്കാർ, അവർക്കൊന്നും ഇത് സജസ്റ്റഡ് അല്ല. എന്തായാലും നമ്മുടെ ഒരു വളരുന്ന സമൂഹത്തിൽ ഇത്തരം പുതിയ സങ്കേതങ്ങൾ പരിചയിക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ച മാതിരി നമ്മൾ ശാസ്ത്രം വളർച്ചയുടെ പാതയിലാണ്. ആദ്യം ഉണ്ടാക്കിയ ഗർഭനിരോധന മാർഗങ്ങളിൽ നിന്ന് ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത് പരിചയിക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് സജസ്റ്റ് ചെയ്യുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസിയുമായി അബോർഷന് വരുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലത്ത് അത് ഒഴിവാക്കാനുള്ള ഒരു നല്ല ഒരു മാർഗം, ഇതുപോലുള്ള ഒരു മാർഗങ്ങളെ പരിചയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ആരോഗ്യമുള്ളൊരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ഘടകങ്ങൾ എന്നെനിക്ക് തോന്നുന്നു. പുതിയ ഗർഭനിരോധന മാർഗങ്ങളെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ ഐശ്വര്യ ആർ.